പ്രിയ സഹോദരങ്ങളെ, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വീരശൂര പരാക്രമി എന്നൊക്കെ പറയലുണ്ടല്ലോ. നമ്മളൊരു കാര്യം ഓർക്കണം. ആരായിരുന്നു അലി റളിയല്ലാഹു അൻഹു? തൻ്റെ പ്രിയപത്നി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണക്കിടക്കയിലേക്ക് ചെല്ലുന്ന സമയത്ത്, അഥവാ മരണം ആസന്നമാകുന്ന ആ അവസ്ഥ മഹദിക്ക് അറിവ് കിട്ടിയപ്പോൾ തൻ്റെ കുട്ടികളെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്കൊരു യാത്ര പോകാനുണ്ട്, കുട്ടികളെ നല്ലോണം സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ വിഷമത്തോടു കൂടെ ഫാത്തിമ ബീവി എന്തു ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ആഖിറത്തിലേക്കുള്ള യാത്ര പറഞ്ഞ സമയത്ത് അലി റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചുകൊണ്ട് അവർ തമ്മിൽ ജീവിച്ചു പോയ ആ ദാമ്പത്യ ജീവിതത്തിൽ ഫാത്തിമക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ട് പൊരുത്തപ്പെടിച്ച ഒരു സന്ദർഭം, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തേങ്ങിക്കരയുകയാണ്. തൻ്റെ പിതാവിനോട് താൻ അനുഭവിച്ച വിഷമങ്ങൾ പറയരുത് എന്ന നിലയ്ക്ക് ഒക്കെ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിച്ച് വളരെ പരുപരുത്ത കരങ്ങളെ, അവിടുത്തെ കരങ്ങളെ പുല്ലരിഞ്ഞുകൊണ്ട് എന്തു ചെയ്തു? വിറ്റ് പൈസ ഉണ്ടാക്കിയിരുന്ന, കുടുംബം പോറ്റിയിരുന്ന അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ വീട്ടിൽ പ്രാരാബ്ദങ്ങൾ കാരണമായിട്ട് നബിൻ്റെ അടുക്കൽ കുറേ അടിമകൾ വന്നിട്ടുണ്ട്, ഒന്ന് തരുമോ എന്ന് ആവശ്യപ്പെട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോൾ ആരംഭ റസൂല് പറഞ്ഞു കൊടുത്തത് ഏറ്റവും നല്ല ഒരു പോംവഴി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ, വളരെ കഷ്ടപ്പാടിലൂടെ ജീവിച്ച ആ ജീവിതം അവസാനിക്കുന്ന സമയത്ത് തൻ്റെ കുട്ടികൾക്ക് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ച് കൊടുത്ത് അവർക്ക് ഓമന മുത്തം കൊടുത്തുകൊണ്ട് ആ മഹദി ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സയ്യിദാ സുബ്ബാനി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള രണ്ട് യുവാക്കൾ എന്ന് പറഞ്ഞ ആ കൊച്ചു മക്കളെ അലിയെയും ഒറ്റക്കിട്ടുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പിരിഞ്ഞെങ്കിൽ ആരംഭ റസൂൽ